ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി പുഡിങ്ങാണ്. പുഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം കൊണ്ടാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കരിക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കളറും ഒരു ലെയറ് വൈറ്റ് കളറും പിന്നെ റെഡ് കളറും ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയിൽ ഇപ്പോൾ നമുക്ക് പരിപാടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടും എന്നാൽ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 ലിറ്റർ പാലാണ്. പിന്നെ ഇളനീ 2 കരിക്കിൻ്റെ കാമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 5 ഗ്രാം ചൈന ഗ്രാസാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. ഇത് ഞാൻ 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. നമുക്ക് ഈ പുഡിങ് ടോട്ടലി ഉണ്ടാക്കാൻ 10 ഗ്രാം വേണം, പക്ഷേ ഈ വൈറ്റ് പാർട്ട് ഉണ്ടാക്കാൻ 5 ഗ്രാമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനതൊന്ന് കട്ട് ചെയ്യാണ്. പിന്നെ നമുക്കിപ്പം ആവശ്യമുള്ളത് 5 ഗ്രാം മതി. ഞാൻ ടോട്ടലി 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് 5 ഗ്രാമും കൂടി വേണ്ടി വരും. അപ്പോൾ ഇത് മുഴുവനും എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, സാധാ നോർമൽ വാട്ടറാണ്, നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ചുടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നത് സോക്കായി കിട്ടും. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇളനീൻ്റെ ഈ പാർട്ടൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വലിയ വലിയ പീസൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഇളനീൻ്റെ കാമ്പാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിൽ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് ജസ്റ്റ് ഒന്ന് ഒരു അരച്ചെടുക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് ഷുഗർ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഷുഗർ ഒന്നിച്ച് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതൊന്ന് ഗ്രേറ്റ് ആയതിന് ശേഷമാണ് ഷുഗർ ഇട്ടത്. ഇനി ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാലും ചൈന ഗ്രാസും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. പാലൊന്ന് ചൂടാക്കണം, അതിൻ്റെ കൂടെ തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യിക്കാൻ വേണം. ഓക്കെ, ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ചൈന ഗ്രാസ്. ആ വെള്ളത്തോടൊക്കെ തന്നെ നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് അതൊന്ന് ചൂടായി വരുന്നവരെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ, ചൂട് കട്ടിയുള്ള ഒരു പാനിൽ പാലൊഴിച്ചിട്ട് അതും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. മറ്റേ അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസ് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അല്ലാതെ ചൈന ഗ്രാസ് നമ്മൾ ആദ്യമേ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോവും. അപ്പോൾ വീണ്ടും നമുക്ക് ഉരുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതിന് മെനക്കെടണ്ട, രണ്ടും ഒന്നിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. പാലിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ കട്ടായി പോയതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇളനീൻ്റെ ആ ഫ്ലഷ് പാർട്ട് അത് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വിട്ടുപോയതാണ്, സോറി, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒരു 3-4 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ നമ്മൾ ഓൾറെഡി അത് മിക്സിയിൽ അടിക്കുമ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ
ഈ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ചൈന ഗ്രാസ് മറ്റേ അടുപ്പിൽ ഉരുകിയിട്ടുണ്ട് ഏകദേശം. നന്നായിട്ട് സാധാ വെള്ളം പോലെ തന്നെ കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു തരി പോലും ചൈന ഗ്രാസിൻ്റെ ഒരംശം ഉണ്ടാവാൻ പാടില്ല. അത് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിന് മുമ്പ് നമുക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി മധുരം കുറവാണെന്ന് തോന്നി, എനിക്ക് കുറച്ച് മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ട്രേയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നെക്സ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ഇപ്പോഴേ ചെയ്യേണ്ട ആവശ്യം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള 5 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു അര കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളനീരിൻ്റെ വെള്ളം അതൊരു അര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഇളനീരിൻ്റെ വെള്ളം തന്നെ. നമ്മൾ ഇളനീ വാങ്ങുമ്പോൾ നന്നായിട്ട് വെള്ളമുള്ള ടൈപ്പ് നോക്കിയിട്ട് വാങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് നേരത്തെ പോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഇളനീരിൻ്റെ വെള്ളം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് ഷുഗറും പിന്നെ ഫുഡ് കളറാണ്, ജെൽ ഫുഡ് കളർ അല്ലെങ്കിൽ ലിക്വിഡ് ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിത് സാധാരണ കേക്കിലൊക്കെ ചെയ്യുന്ന ഫുഡ് കളർ തന്നെയാണ് ഇതിലും ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ എന്താണ് ജെൽ കളർ ഒരു കളേഴ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ട. സാധാ ട്രാൻസ്പാരൻറ്റ് കളറായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇളനീ വെള്ളം 2 ഇളനീക്ക് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം ഉണ്ടായിട്ടുണ്ട്. സാധാരണ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ 1/2 ലിറ്ററിന് 5 ഗ്രാം ചൈന ഗ്രാസ് എന്ന കണക്കിലാണ് ഞാൻ ഉണ്ടാക്കൽ. പിന്നെ 1 ലിറ്റർ ഇപ്പോൾ നമ്മൾ 2 പാക്ക് പാലിനൊക്കെ ചെയ്യുകയാണെങ്കിൽ 10 ഗ്രാമിൻ്റെ ഒരു പാക്ക് ചൈന ഗ്രാസ് മതിയാവും. ഇനി വേഗം പെട്ടെന്ന് സെറ്റ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 12 ഗ്രാം 13 ഗ്രാം വരെ ചൈന ഗ്രാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനതിൽ ജലാറ്റിനൊന്നും യൂസ് ചെയ്യില്ല, കാരണം അത് ആനിമലിൻ്റെ ഫാറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈന ഗ്രാസാണ് നമുക്ക് ബെറ്റർ. ഇനി ഈ ഇളനീർ വെള്ളം നമുക്കൊന്ന് ചൂടായി കിട്ടണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് ഉരുകി വരും. എന്നിട്ട് രണ്ടും കൂടി ഇതിൽ യോജിപ്പിച്ചെടുത്താൽ മതി. കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉരുകും, കാരണം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വെള്ളം അങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അതങ്ങനെ പാലിൻ്റെ പോലെ അങ്ങനെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. നമ്മൾ സാധാരണ പാലൊഴിച്ചുള്ള പുഡിങ്ങൊക്കെ ആകുമ്പോൾ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലവ് കുറഞ്ഞതും എന്നാൽ വലിയൊരു മെനക്കേടില്ല. ഞാനിതിപ്പോൾ ഡബിൾ ലെയറൊക്കെ ആക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ചെങ്കിലും ഒരു മെനക്കേടായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പാരൻറ്റ് മാത്രമാണെങ്കിൽ അതിൽ ഈസിയാണ്. വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഒരു 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, കാരണം ഇളനീർ വെള്ളത്തിന് നേരിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 1/2 കപ്പാണ് ആഡ് ചെയ്തത്. ഷുഗർ എപ്പോഴും നമ്മൾ മുന്തിച്ച് നിൽക്കണം, കാരണം പുഡിങ്ങൊക്കെ ആകുമ്പം മധുരം ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആണെങ്കിൽ
തണുത്ത് കഴിഞ്ഞാൽ മധുരം ഒരല്പം കുറയും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില ഇളനീക്ക് നല്ല മധുരമായിരിക്കും ഇളനീ വെള്ളത്തിന്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. ചിലതിന് ഒട്ടും മധുരം ഉണ്ടാവില്ല, അപ്പോൾ 1 കപ്പ് വരെ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുന്ന വരെ നമ്മളിതിൽ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പിന്നെ വേറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, മിൽക്ക് മേഡോ പാലോ ഒന്നും നമ്മളിത് ചേർക്കുന്നില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇത് കാണാൻ. ഞാൻ പിന്നെ ഒരു കളർ ജെല്ല് ആഡ് ചെയ്തു എന്നുള്ളൂ. അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇപ്പം ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മുഴുവനായിട്ട് ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം മധുരമൊക്കെ കണക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൈന ഗ്രാസ് ഒന്നും ഒരു തരി പോലും കാണുന്നില്ല, ഫുൾ മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു 3 ഡ്രോപ്പ് ഫുഡ് കളറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുഡിങ് ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, കൈകൊണ്ട് തൊട്ടാൽ പോലും ഒന്നാവാത്ത രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇളനീർ വെള്ളത്തിൻ്റെ മിക്സ് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് ഒഴിക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഒഴിക്കുന്ന ആ ഒരു സ്പീഡ് കൊണ്ട് അവിടെ കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുന്നത്. താഴത്തെ ലെയർ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മേലത്തെ ലെയറിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റുമൊക്കെ ഉണ്ടാവും, പക്ഷേ കാണാനൊരു മുഞ്ചുണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ, 2 ലെയറായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ 3 ലെയർ വരെ ആക്കാം. വേറെ ഇതേപോലെ തന്നെ 2 ഇളനീരിൻ്റെ വെള്ളം കൂടി എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെ, വേറെ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.